അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നതിനെ കുറിച്ച് പറയും, വുമൺ ഇൻ ലവ്. അപ്പം എന്നെ പോലെ വേറെ കുറേ ആൾക്കാരുണ്ടാവും, ഭയങ്കര മാഡ്ലി, ട്രൂലി, ഭയങ്കര എക്സ്പ്രസീവായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അതും അല്ല, വുമൺ ഇൻ ലവ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. അതെന്ന് വെച്ചാൽ അവർക്ക് വേറെ ഒന്നും വേണ്ട, നിങ്ങളുടെ ടൈം മാത്രം മതി. ജസ്റ്റ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്ര ടൈം മാത്രമേ അവർ നിങ്ങളുടെ അടുത്ത് ആഗ്രഹിക്കുന്നുള്ളൂ. വെറും ടൈം. അവർക്ക് നിങ്ങൾക്ക് അത് എത്ര കൊടുക്കാൻ പറ്റുന്നു അത്രയും സന്തോഷമായിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് നമ്മളായിട്ടുള്ള സ്പേസ് ഇല്ല, സെൽഫ് ലവ് ഇല്ല എന്നൊന്നല്ല, അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അത്രയും സ്നേഹിക്കുന്ന സമയത്ത്, അത്രയും ഇമോഷണലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അത്രയും നമ്മൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഒരാളെ പ്രണയിക്കുകയാണെന്ന് വിചാരിച്ചാൽ നമുക്ക് നമ്മളുടെ ടൈമിനെയും കാട്ടും നമ്മൾ അറിയാണ്ട് ആ ആൾക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്തു പോകും. അതൊരു തെറ്റല്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് ഒരു ചാൻസ് ഉണ്ടാവും, ഇവളെപ്പോഴും ഫ്രീ ആണല്ലോ, ഇവളെപ്പോഴും അവൈലബിൾ ആയിരിക്കും. അല്ല, ഞങ്ങൾ എപ്പോഴും അവൈലബിൾ ആവുന്നതല്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം മാറ്റി വെക്കുന്നതാണ്. ഞങ്ങൾക്ക് ഫാമിലി, കസിൻസ്, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്, ഞങ്ങളതും മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്ന് പറയുന്നൊരു ടൈം അതെപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. അതാണ് ഒരു കോളിൽ റിങ് അടിക്കുമ്പോൾ എടുക്കുന്നത്, ഇല്ലെങ്കിൽ അപ്പം തന്നെ മെസ്സേജിന് റിപ്ലൈ തരുന്നത്. ഇതൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇപ്പം എല്ലാവരുടെ അടുത്തും ഫോൺ അടുത്തടുത്തുണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഒരിടയ്ക്ക് റിപ്ലൈ തരുന്നതും ഒരിടയ്ക്ക് ഫോൺ എടുക്കുന്നതും എപ്പോഴായാലും അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നതും. പക്ഷെ ഇതൊന്നും ഗ്രാൻഡായിട്ട് എടുക്കരുത്. ഇതെന്താന്ന് വെച്ചാൽ കുറേ കൊടുത്ത് പോകുമ്പോണ്ടല്ലോ, നമ്മൾ അപ്പുറത്തുനിന്ന് നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഡ്രെയിൻഡ് ഔട്ട് ആവും. അപ്പം ഡ്രെയിൻഡ് ഔട്ട് ആവുന്ന സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി തോന്നും, ഇയാളെന്താ നമ്മളെ അടുത്ത് അങ്ങനത്തെ ഒരു ഇതില്ലാത്ത. അപ്പം മെയിൻലി നമ്മൾ ടൂ മച്ച് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ ആ ഇമ്പോർട്ടൻസ് അവർക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് ഒരാളെ മൊത്തത്തിലൊരു ലോകാക്കി വെക്കാം. എപ്പോന്ന് വെച്ചാൽ തിരിച്ച് സെയിം എഫേർട്ട് അവിടെ നിന്ന് ഉണ്ടെങ്കിൽ. ഇനിയിപ്പം ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് സെൽഫ് ലവ് നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാൻ ഇന്ന് ഹക്ക് എന്ന് പറഞ്ഞിട്ടൊരു മൂവി കണ്ടു, യാമിയുടെ. അവളുടെ അത് എക്സ്പ്രസ് ചെയ്ത വേ ഭയങ്കര ഇൻറ്റൻസ് ആണ്. അതിനകത്ത് അറ്റ്ലാസ്റ്റ് അവൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കത് ഭയങ്കര നമ്മൾ അത്രയും ഒരാൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഭയങ്കര ട്രൂലി ലവ് ആവുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും കൺസിഡർ ചെയ്തിട്ട് മുന്നിലേക്ക് വരില്ല. ഈവൻ ചില ഗേൾസ് ഞാൻ കണ്ടിട്ടുണ്ട്, ആളുടെ പാർട്ട്ണർ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ആ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ കാണുകയാണെങ്കിൽ ജസ്റ്റ് വാക്ക് ഔട്ട് ഫ്രം ദാറ്റ് റിലേഷൻഷിപ്പ്. നിങ്ങൾ എപ്പോഴും നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്, എപ്പോൾ എന്ത് നടക്കും നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്താൽ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മൂവ് ഓൺ ചെയ്ത് പോകാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പം നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ അടുത്ത് ടൈമാണ് ചോദിക്കുന്നതെങ്കിൽ യു ആർ ദ ലക്കിയസ്റ്റ് മാൻ. ബിക്കോസ് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഒരുപാട് പൈസ കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ കേൾക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു വുമൺ ആർ ഗോൾഡ് ഡിഗേഴ്സ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പൈസ വന്നാൽ പെണ്ണ് വരും, അങ്ങനെ വരുന്ന ആൾക്കാർ പോവുകയും ചെയ്യും. അതാണായാലും ശരി പെണ്ണായാലും ശരി, അതിന് മാത്രം ഫോക്കസ് ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ ഈ സമൂഹത്തിൽ. പക്ഷെ നമുക്കൊരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്ക് പറയാനുള്ള, എന്നെ പോലെ എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾസിലുള്ള ആൾക്കാരെ പോലെ ജെന്യുവനായിട്ട് സ്നേഹിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട്. നമുക്ക് മെജോറിറ്റി ഓഫ് പെൺകുട്ടികൾക്കും എനിക്ക് തോന്നുന്നു ടൈം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞങ്ങളൊരു എക്സ്ട്രാ ടൈം ചോദിക്കുമ്പോൾ ഇങ്ങനെ ആവാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ടൈം തരുന്നതിൽ ഞങ്ങൾ ഭയങ്കര ഫീൽ ലൗഡായിരിക്കും, സത്യം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ഇങ്ങനെയാണ് എൻ്റെ പാർട്ട്ണർ, ഇങ്ങനെയാണ് എനിക്ക് വേണ്ടിയിട്ട് അവൾ ഭയങ്കര അവൈലബിളും ആണ്, അവൾ ഭയങ്കരമായിട്ടാണ് എന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, അവൾ എൻ്റെ അടുത്ത് ടൈം മാത്രമായിട്ട് ചോദിക്കാറുള്ളതെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ദം, ജസ്റ്റ് മെൻഷൻ ദം.